മഹാരാഷ്ട്രയിലെ ദയനീയ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തി ഫട്നാവിസ് എടുത്ത രാഷ്ട്രീയ കരുനീക്കങ്ങൾ തിരിച്ചടിക്ക് കാരണമായെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചത്. महाराष्ट्र में डिबैकल हुआ है या जो हमें एक प्रकार से हार मिली है, हमारी सीटें कम हुई है, इसकी पूरी जिम्मेदारी ये मेरी है. मैं इस जिम्मेदारी को स्वीकारता हूं. ലോക്സഭാ ഫലങ്ങളെക്കുറിച്ചുള്ള അവലോകന യോഗത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ബിജെപി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിരാശാജനകമായ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ എണ്ണം 2019 23 സീറ്റിൽ നിന്ന് ഈ വർഷം വെറും 9 സീറ്റായി കുറഞ്ഞതാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നേതാവ് കൂടിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ശിവസേനയെയും NCPയെയും നെടുകെ പിളർത്തി പ്രതിപക്ഷത്തെ നിർജ്ജീവമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഫട്നാവിസിന്റെ പുതിയ തീരുമാനം. അതേസമയം മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ ദയനീയ പരാജയത്തിന് പ്രാദേശിക നേതാക്കളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഫട്നാവിസ് നൽകിയ വിശദീകരണം. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ 2022 ജൂൺ 30-നാണ് ഉപമുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.